ഹലോ നമസ്കാരം. എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കീം 2025 പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് ജൂൺ 10-നകത്ത് പ്രഖ്യാപിക്കുവാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം ഓൾറെഡി വിദ്യാർത്ഥികൾ നിങ്ങളുടെ +2 മാർക്കും നിങ്ങൾക്ക് കിട്ടിയ മാർക്കും ഉപയോഗിച്ചൊരു റാങ്ക് എല്ലാം പ്രെഡിക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഏതൊക്കെ കോളേജിലാണ് അഡ്മിഷൻ കൊടുക്കുവാൻ അല്ലെങ്കിൽ അലോട്ട്മെന്റിന് കൊടുക്കുവാൻ താല്പര്യമുള്ളത് എന്ന ആ ഒരു ഏകദേശ ധാരണ നിങ്ങളിപ്പോൾ ഏകദേശം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇനി നിങ്ങൾ അറിയേണ്ടത്, നിങ്ങൾ ആ ഒരു അലോട്ട്മെന്റ് പ്രോസസ്സ് കഴിഞ്ഞ് കോളേജുകളിലേക്ക് പ്രവേശനത്തിന് പോകുമ്പോൾ എന്തെല്ലാം ഡോക്യുമെന്റ്സ് നിങ്ങൾക്ക് വേണ്ടി വരും എന്നുള്ളതാണ്. ഈ വീഡിയോ ഇപ്പോൾ ചെയ്യേണ്ടതിന്റെ പ്രധാന കാരണം, നിങ്ങൾക്ക് വേണ്ട ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് ആ ഒരു ടൈമിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കില്ല. നമ്മളത് ഒരു മാസം മുമ്പേ ചിലപ്പോൾ ആപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഗവൺമെന്റ് ഒഫീഷ്യൽ സൈറ്റിൽ നിന്നെല്ലാം ഡൗൺലോഡ് ചെയ്യേണ്ട മിക്ക ഒരു ഡോക്യുമെന്റ്സും ഉണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ ഇപ്പോഴേ അറിഞ്ഞിരുന്നാൽ മാത്രമേ അതിന്റെ ആപ്ലിക്കേഷൻ ഇപ്പോൾ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു ടൈം ആകുമ്പോൾ ഈ എല്ലാ ഡോക്യുമെന്റ്സും നിങ്ങളുടെ കൈകളിലേക്ക് എത്തുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാർത്തകൾ ഏറ്റവും വേഗത്തിൽ അറിയുവാൻ നിങ്ങൾ ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ ഒരു വീഡിയോ ലൈക്ക് കൂടി ചെയ്ത് കാണുവാൻ ശ്രമിക്കുക. ഫസ്റ്റ്, ഈ ഒരു കീമിന്റെ അഡ്മിഷനിലേക്ക് പോകുമ്പോൾ നിങ്ങൾ കോളേജിൽ കൊണ്ടുപോകേണ്ടത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അവിടെ തെളിയിക്കാനായിട്ട് ഒന്നെങ്കിൽ SSLC സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിന്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടുവേണ്ടതുണ്ട്. പിന്നെ നിങ്ങളുടെ +2 കഴിഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് അഥവാ TC, കോൺട്രാക്ട് സർട്ടിഫിക്കറ്റ്, പിന്നെ നിങ്ങൾ കേരളത്തിന് പുറത്തുള്ള വിദ്യാർത്ഥിയാണെങ്കിൽ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് കൂടി ഹാജരാക്കേണ്ടി വരും. പിന്നെ നിങ്ങളുടെ +2വിന്റെ ഒറിജിനൽ മാർക്ക് ലിസ്റ്റും അവിടെ പാസ്സായതിന്റെ സർട്ടിഫിക്കറ്റും, ഇത് രണ്ടും ഒറിജിനൽ തന്നെ വേണ്ടി വരും. പിന്നെ നിങ്ങൾ ഈ ഒരു അലോട്ട്മെന്റ് പ്രോസസ്സിൽ നമ്മുടെ വെബ്സൈറ്റിൽ കയറി ce.kerala.government.in എന്ന വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഫീസ് അടച്ചതിന്റെ ഒരു റെസിപ്റ്റ് നിങ്ങളുടെ കൈകളിലേക്ക് കിട്ടും. ആ ഒരു ഫീ റെസിപ്റ്റ് കൂടി നിങ്ങൾ അവിടെ ഹാജരാക്കണം. പിന്നെ നിങ്ങൾ ഫിസിക്കൽ ഫിറ്റ്നസ് തെളിയിക്കുന്നതിന്, നിങ്ങൾ ഫിസിക്കലി ഫിറ്റ് ആണെന്ന് തെളിയിക്കുന്നതിനായി അസിസ്റ്റന്റ് സർജനോ അതിൽ കൂടിയ ഏതെങ്കിലും പോസ്റ്റിലുള്ള ഡോക്ടറിന്റെ കയ്യിൽ നിന്നോ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഹാജരാക്കേണ്ടി വരും. നിങ്ങൾ ഫിസിക്കലി ഫിറ്റ് ആണ് എന്ന രീതിയിലുള്ളൊരു സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടി വരും. പിന്നെ നിങ്ങളുടെ എൻട്രൻസിന്റെ റാങ്ക് സൂചിപ്പിക്കുന്ന ഡേറ്റ ഷീറ്റ്, അതായത് ഇപ്പോൾ വരാൻ പോകുന്ന റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ റാങ്ക് എത്രയാണോ അത് സൂചിപ്പിക്കുന്ന ഒരു ഡേറ്റ ഷീറ്റ് നമ്മുടെ സൈറ്റിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ഏത് കോളേജിലാണോ അലോട്ട്മെന്റ് കിട്ടുന്ന ആ ഒരു അലോട്ട്മെന്റ് മെമ്മോ വേണ്ടി വരും. പിന്നെ നിങ്ങളുടെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന്റെ ഒറിജിനൽ പ്രൂഫ് വേണ്ടി വരും. പിന്നെ വേണ്ടത് ഈ ഒരു നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ആണ്. ഈ സർട്ടിഫിക്കറ്റ് കാരണം ഞാൻ പറഞ്ഞത്, ഇപ്പോൾ OBC വിദ്യാർത്ഥികൾക്കാണെങ്കിൽ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ഇതിന് വയ്ക്കുമ്പോൾ അത് കൂടുതൽ ബോണസ് പോയിന്റ് ആയിട്ട് കോളേജിലെ ഫീസ് കുറയ്ക്കാനും മറ്റും ഉപകാരപ്പെടും. പക്ഷേ ഈ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ആ ഒരു ടൈമിലാണ് ഇതിനെപ്പറ്റി അറിയുന്നെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കൊടുത്ത് അത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റത്തില്ല. ഒരാഴ്ചയ്ക്കോ 2 ആഴ്ചയ്ക്കോ മുമ്പോ നിങ്ങൾ അത് ആപ്ലിക്കേഷൻ കൊടുത്താൽ മാത്രമേ ഈ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കൈകളിലേക്ക് എത്തും. അതുപോലെ തന്നെയാണ് EWS തെളിയിക്കാനുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അർഹതയുള്ള കുട്ടികൾക്ക് വയ്ക്കാൻ പറ്റും. പിന്നെ കാസ്റ്റ്, SC ST തുടങ്ങിയ കാസ്റ്റിലുള്ള വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ കാസ്റ്റ് തെളിയിക്കാനുള്ള റെക്കോർഡ് ആയിട്ടുള്ള ആ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് ഉള്ള ഡോക്യുമെന്റ്സ് ആണ് നിങ്ങളൊരു കോളേജിൽ പ്രവേശനത്തിനായിട്ട് പോകുമ്പോൾ നിങ്ങളുടെ പക്കൽ ഉണ്ടായിരിക്കേണ്ടത്. ഇതെല്ലാം നിങ്ങളുണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം മുന്നിലുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. വിദ്യാഭ്യാസ മേഖലയിലെ എല്ലാ വാർത്തകളും കൃത്യതയോടെ അറിയുവാൻ ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളോടൊപ്പം തുറന്നോളൂ.